ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഇൻഫർമേഷനാണ്. നമുക്കറിയാം, ചെറിയ ഇൻഫർമേഷൻ പോലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വളരെയധികം സഹായകരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങളുടെ മുമ്പിൽ നൽകാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് പോസ്റ്റൽ പിൻ, അല്ലേ? പോസ്റ്റ് ഓഫീസിലെ പിൻ നമ്പർ കൊടുത്തിട്ടാണ്. എന്തിനാ പിൻ നമ്പർ കൊടുക്കുന്നത്? ആ പോസ്റ്റ് ഓഫീസ് അറിയാനും ഈ ഏരിയ അറിയാനും ഒക്കെയാണ് നമ്മളത് പിൻ നമ്പർ കൊടുക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ, ഇനി ലോകമെമ്പാടും നമ്മൾ കൊടുക്കുമ്പോഴെല്ലാം ഇത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം മാറിയിരിക്കുന്നു. പുതിയ പിൻ വന്നിരിക്കുന്നു. അതിൻ്റെ പേര് ഡിജി പിൻ. ഇത് പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് തന്നെ കൊണ്ടുവന്ന് വരണതാണ് കേട്ടോ. ഇത് പിൻ നമ്പറിന് പകരം ഇനി ഇതായിരിക്കും 10 ഡിജിറ്റുള്ള ഒരു ആൽഫബറ്റും നമ്പറും ഒക്കെ കിടക്കുന്ന ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഏരിയയെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ, അതായത് കൊറിയർ വരുമ്പോഴോ മറ്റു കാര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് സർവീസിനോ ഓട്ടോക്കാർക്കോ ഒക്കെ നമുക്ക് ഇത് ഷെയർ ചെയ്ത് തരാം. അവർ കറക്റ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരും. അപ്പം നിങ്ങളിരിക്കുന്ന ലൈവ് ലൊക്കേഷൻ, നിങ്ങളിരിക്കുന്ന വീടിൻ്റെ ലൊക്കേഷൻ്റെ ഓരോ ഏരിയയ്ക്ക് ഓരോ നമ്പറുണ്ട് കേട്ടോ. അപ്പം അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ ഏരിയയ്ക്ക് ഒരു നമ്പറുണ്ട്. ആ നമ്പർ യുണീക്ക് ആയിരിക്കും. ആ നമ്പർ എപ്പോൾ എടുത്താലും ഒന്ന് തന്നെയായിരിക്കും. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് എടുക്കുന്നതിന്. എല്ലാ കൂട്ടുകാരും ഇത് എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തിൽ ആ നമ്പർ മാത്രമല്ല, QR കോഡ് ഉൾപ്പെടെ ഉണ്ട്. അത് സ്കാൻ ചെയ്തും ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്കോ എത്തിച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എടുക്കുന്നത്. ചെയ്യേണ്ടത്, ഈ സ്ക്രീനിൽ കാണുന്ന dac.indiapost.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറുക. നിങ്ങളുടെ ഗൂഗിൾ ക്രോം എടുത്ത് ആ സൈറ്റിലേക്ക് കയറുക. ഞാൻ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സൈറ്റിൽ കയറിയിട്ട് ആദ്യം വരുന്ന ഓപ്ഷൻ ഡിജിറ്റൽ അഡ്രസ് സർവീസ് ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഈ പേജിൽ 2 ഓപ്ഷൻ ഉണ്ട്. നോ യുവർ പിൻ കോഡ്, നോ യുവർ ഡിജി പിൻ എന്ന് പറയുന്നത്. അപ്പോൾ പിൻ കോഡ് അറിയാൻ വേണ്ടിയിട്ടാണ് പിൻ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനായ ഡിജി പിൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. അതായത് ഞാൻ എവിടെയാണോ നിൽക്കുന്ന ആ ലൊക്കേഷനിൽ പോസ്റ്റ് ഓഫീസിലെ ഡിജി പിൻ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം M9L-3J എന്ന് പറയുന്ന, ഞാനിപ്പോൾ എവിടെയാണോ അവിടുത്തെ ഇത് ലൊക്കേഷൻ ആയിട്ടുണ്ട്. വേറെ എവിടെ നിങ്ങൾ പ്രസ് ചെയ്താലും അവിടുത്തെ ഡിജി പിൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയുള്ള ഡിജി പിന്നാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കണ്ടോ? അപ്പം എൻ്റെ ലൈവ് ലൊക്കേഷൻ എടുക്കാൻ ഞാൻ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ കൊടുക്കുകയാണ്. അപ്പം ലൈവ് ലൊക്കേഷനിലേക്ക് വന്നു. എൻ്റെ ഡിജി പിൻ ഇതാണ്. ഇത് ഇച്ചിരി കൂടെ വലിപ്പത്തിൽ കാണാൻ, QR കോഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഓപ്ഷനകത്തിൽ വലിപ്പത്തിലാക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് QR കോഡും കാണാം. ഇതിനകത്തൊരു QR കോഡ് കിട്ടും. ഈ QR കോഡ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഷെയർ ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ഷെയർ ചെയ്യാം. ഷെയർ ഓപ്ഷൻ കൊടുക്കുക. ഷെയർ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അത് പോകും. വാട്സപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തതിന് ശേഷം വാട്സപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഡിജി ലോക്കറിൻ്റെ കാര്യം ഷെയർ ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരാൾ നേരെ ചെല്ലുന്നത് ഗൂഗിൾ മാപ്പിലെ ആ ഒരു കോഡിലേക്കായിരിക്കും ചില. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു QR കോഡും ഒപ്പം നിങ്ങൾക്ക് ഡിജി പിന്നും കാണാം. QR കോഡ് സ്കാൻ ചെയ്ത് പോകാം. ചെക്ക് യുവർ ഗോ ടു ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നേരെ ഞാൻ നിൽക്കുന്ന എവിടെയാണോ ആ ഏരിയയിലേക്ക്, ഡിജി പിന്നിലെ ഏരിയയിലേക്ക് അത് കൃത്യമായി കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തേക്കുന്നത്. നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടും. ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ മെഡിക്കൽ സർവീസിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കുക കൂട്ടുകാരെല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.